നമസ്കാരം. ദൃശ്യ ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, അതായത് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സ്ഥിരമായിട്ട് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലും ചോദിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ഇത്. വളരെ സിമ്പിളാണ്, പക്ഷെ കൃത്യമായിട്ട് നമ്മൾക്ക് കണ്ടിരുന്നാൽ മാത്രം, അല്ലെങ്കിൽ പഠിച്ചാൽ മാത്രമേ ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കൺഫ്യൂഷൻസ് വരാനായിട്ടുള്ള സാഹചര്യം കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്? നമുക്കത് വിശദമായിട്ടൊന്ന് കാണാം. അപ്പൊ നമ്മളൊരു സബ്ജക്റ്റ് ഒരു വെർബുമായിട്ട് ഒരു സെന്റൻസിൽ ഒരു സബ്ജക്റ്റ് ഒരു വെർബും തമ്മിൽ ഒരു മാച്ച് ഉണ്ടാവും. അപ്പൊ ആ മാച്ചിനെയാണ് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് നമ്മൾ ആ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത്. എന്നൊക്കെയാണ് ഒരു സബ്ജക്റ്റിന് ആ ഒരു സെന്റൻസിനകത്ത് ആ വെർബുമായിട്ട് ഒരു മാച്ച്, ഒരു കണക്ഷൻ, ഒരു ഇതുണ്ടാവും. അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സബ്ജക്റ്റുകൾ. അപ്പൊ ഈ സബ്ജക്റ്റുകൾ നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമാണ് ആ സബ്ജക്റ്റും ഈ വെർബും തമ്മിൽ നമ്മൾക്ക് മാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് സബ്ജക്റ്റ് എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഞാൻ, നീ, അവൻ. അതായത് ഒന്ന് ഞാൻ, ഐ, അതാണ് ഫസ്റ്റ് പേഴ്സൺ, സിംഗുലർ ആണ്. സെക്കൻഡ് പേഴ്സൺ യു, നിങ്ങൾ. തേർഡ് പേഴ്സൺ ഹി, അല്ലെങ്കിൽ ഷീ, അല്ലെങ്കിൽ ഇറ്റ്. ഇതാണ്. പക്ഷെ ഇതല്ലാതെ വരുന്ന ചില സാഹചര്യങ്ങളിലാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾക്ക് ചോദ്യങ്ങളും വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾക്ക് ഈ സബ്ജക്റ്റുകൾ, ഈ സിംഗുലർ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾക്ക് എക്സാമ്പിൾ കണ്ടിട്ട് ആ എക്സാമ്പിൾ എങ്ങനെ വന്നു എന്ന് കൂടെ പഠിച്ചുകൊണ്ട് പോകാം. റെമഡിയൽ സിസ്റ്റത്തിലാണ് നമ്മൾ ഇത് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആദ്യമേ നമുക്ക് നോക്കാം. ഒരു തേർഡ് പേഴ്സൺ ഒരു സിംഗുലർ സബ്ജക്റ്റ് എങ്ങനെയാണ് വരുന്നത്? സിംഗിൾ സബ്ജക്റ്റ്, ഒരു സിംഗിൾ നെയിം, ആരുടെങ്കിലും ഒരു പേര്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ്, അല്ലെങ്കിൽ സമയം, മണി, വെയിറ്റ്, ഹൈറ്റ്, ഈച്ച് വൺ, എവരി വൺ, എവരിബഡി, എനിബഡി, സംബഡി, നോബഡി, നോ വൺ. ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ അത് സിംഗുലർ ആണ്, മറന്നുകൊണ്ട. ഇനി കളക്റ്റീവായിട്ടുള്ള ചില പേരുകൾ, നൗൺസ് ഉണ്ട്, അതും സിംഗുലർ ആയിട്ടാണ് സബ്ജക്റ്റിൽ ആയിട്ട് വരുന്നത്. ഉദാഹരണത്തിന് ഹേർഡ്, ഗ്രൂപ്പ്, ടീം, ഗ്രൂപ്പ്, പാർലമെന്റ്, ഫോം, കമ്മിറ്റി, ആർമി, ഡിപ്പാർട്ട്മെന്റ്, ബോർഡ്, കൗൺസിൽ. ഇതൊന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. ക്രൂ, പബ്ലിക്, സൊസൈറ്റി, ക്ലർജി, ഓഡിയൻസ്, ക്യാബിനറ്റ്, ഫാമിലി, സെനറ്റ്, കമ്മീഷൻ, എ പെയർ ഓഫ്, മിനി എ, മോർ ദാൻ വൺ, ടൈറ്റിൽ ഓഫ് ബുക്സ്, ബുക്കുകളുടെ പേരുകൾ, തലക്കെട്ടുകൾ, മൂവീസ്, നോവൽസ്, നെയിം ഓഫ് സബ്ജക്ട്സ്, ഗെയിംസ്, ഡിസീസസ്. ഇനി നെയിംസ് ഓഫ് ഹോട്ടൽസ്, ബിൽഡിങ്സ്, നെയിംസ് ഓഫ് ബിൽഡിങ്സ്, കൺട്രീസ്, പ്ലേസസ്. ഇതൊക്കെ എല്ലാം നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ കോംബോ നൗൺ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് വരുന്നുണ്ട്. അതെന്താണ് കോംബോ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോട് ഇങ്ങനെ ചേർന്നിരിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ, അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് ആൻഡ് ബട്ടർ, ത്രെഡ് ആൻഡ് നീഡിൽ, റൈസ് ആൻഡ് ഫോൾ, ഏജ് ആൻഡ് എക്സ്പീരിയൻസ്, ഹോഴ്സ് ആൻഡ് ക്യാരേജ്, കപ്പ് ആൻഡ് സോസ്, റൈസ് ആൻഡ് കറി, ടൈം ആൻഡ് ടൈഡ്, പെൻ ആൻഡ് ഇങ്ക്. ഇതിപ്പോ കോംബോ ആണത്. അതായത് രണ്ടെണ്ണമാണ്. ആൻഡ് ചേർത്ത് വരുമ്പോൾ എപ്പോഴും പ്ലൂരൽ ആണ് എന്നുള്ളൊരു റൂൾ ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ അത് ആ റൂള് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് രണ്ടെണ്ണം ചേർത്ത് ഒന്നായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് റൈസ് ആൻഡ് കറി, ചോറ് തിന്നണമെങ്കിൽ കറി വേണം, അതുപോലെ അത് കോംബോയാണ്. നീഡിൽ ആൻഡ് എന്താണ് ത്രെഡ്, അപ്പൊ അത് കോംബോ ആയിട്ട് വരുന്നതും സിംഗുലർ ആയിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് ന്യൂസ്, സമ്മൺസ്,
പൊളിറ്റിക്സ്, വാട്ടർ, പ്രോഗ്രാംസ്, ഫുഡ്, ഹോംവർക്ക്, ബാഗേജ്, ലഗേജ്, പോയട്രി, സ്പോർട്സ്, ഇൻഫർമേഷൻ, അത്ലറ്റിക്സ്, വേജസ്, ട്രാഫിക്, സ്റ്റേഷനറി, ഫർണിച്ചർ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇത് സിംഗുലർ സബ്ജക്റ്റ് ആണെന്ന് അത് നമ്മൾ ഓർത്ത് തന്നെ വെക്കണം. അതിന് വേറെ മാർഗമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഇത് സിംഗുലർ സബ്ജക്റ്റുകളാണ് എന്ന് ഓർത്ത് വെച്ചേക്ക്. ഇനി ടു സിംഗുലർ സബ്ജക്ട്സ് കണക്റ്റഡ് വിത്ത് ഓർ, ഐദർ ഓർ, നൈദർ നോർ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. നൈദർ നോർ, ഐദർ ഓർ ഒക്കെ എന്ന് പറയുന്ന കൊറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. രണ്ട് സബ്ജക്റ്റുകളെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കും വരുന്നതെങ്കിൽ ഈ ഐദർ ഓറിന്റെ കൂട്ടത്തിൽ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ് വരികയാണെങ്കിൽ മെയിൻ വെർബിന്റെ കൂട്ടത്തിൽ നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലർ സിമ്പിൾ പ്രസന്റ് ടെൻസില് മെയിൻ വെർബിന്റെ കൂട്ടത്തിൽ എസ് ഓർ ഇ എസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. അപ്പൊ അത് ഡീപ്പായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞ് വെച്ചേക്ക്. അപ്പോൾ അത് നമുക്ക് ഉദാഹരണങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ആദ്യത്തെ ഒരു ഉദാഹരണം പോവുകയാണ്. ആനി എന്ന് പറയുന്ന ഒരു തേർഡ് പേഴ്സൺ ആണ്, ഒരു സ്ത്രീയുടെ പേരാണ്. ആൻഡ് ഹെർ ബ്രദേഴ്സ്, ആനിയും ആനിയുടെ ബ്രദേഴ്സും സഹോദരന്മാരും. ഡാഷ് അറ്റ് ദ സ്കൂൾ എന്നാണ് ചോദ്യം അവിടെ. അപ്പോൾ ആനിയുണ്ട്, ബ്രദേഴ്സും ഉണ്ട്. അപ്പോൾ അത് പ്ലൂറൽ ആണല്ലോ, സബ്ജക്ട് ഇപ്പോൾ പ്ലൂറൽ ആണ്. അപ്പോൾ അവിടെ ആൻസർ ഉണ്ടാക്കുന്നത് ആനി ആൻഡ് ഹെർ ബ്രദേഴ്സ് അറ്റ് സ്കൂൾ. അടുത്തത് ഐദർ മൈ മദർ ഓർ മൈ ഫാദർ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഐദറിന്റെ കൂട്ടത്തിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, സബ്ജക്റ്റ് അവിടെ സിംഗുലർ ആണ് വന്നേക്കുന്നത്. കാരണം മൈ മദർ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, മൈ ഫാദർ കമ്മിങ് ടു ദ മീറ്റിംഗ്, അതായത് അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ മീറ്റിംഗിലേക്ക് വരും. അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെ അത് സിംഗുലർ ആണ്. ഐദർ മൈ മദർ ഓർ ഫാദർ ഇസ് കമ്മിങ് ടു ദ മീറ്റിംഗ്. ആൻസർ അവിടെ താഴെ കൊടുത്തേക്കുന്നു. അടുത്ത നോക്കുക, ദ ഡോഗ് ഓർ ദ ക്യാറ്റ്സ്, പട്ടി അല്ലെങ്കിൽ പൂച്ചകൾ. ആർ ഔട്ട്സൈഡാണ്, ടീം പൂച്ചകളുടെ ഔട്ട്സൈഡാണ്. അവിടെ ക്യാറ്റ്സ് വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? ക്യാറ്റ്സ് വന്നേക്കുന്നതുകൊണ്ടാണ് നമുക്കവിടെ പ്ലൂറൽ ആയിട്ടുള്ള വെർബ് വന്നേക്കുന്നത്. ഐദർ മൈ ഷൂസ് ഓർ യുവർ കോട്ട് ഓൾവേസ് ഓൺ ദ ഫ്ലോർ. എൻ്റെ ഷൂസ് എന്ന് പറയുമ്പോൾ പെയറാണ് കേട്ടോ, ഒരുമിച്ചാണ്. ഷൂ എന്ന് പറയാൻ ഷൂസ് എന്നാണ് പറയുന്നതിന്. ഷൂസ് അല്ലെങ്കിൽ യുവർ കോട്ട്, സിംഗുലർ ആണല്ലോ അവിടെ. കോട്ട് എവിടെ ഉണ്ടാകും? ഫ്ലോറിന്റെ മുകളിലുണ്ടാകും, അതായത് തറയിലുണ്ടാകും. ഐദർ മൈ ഷൂസ് ഓർ കോട്ട് ഈസ് ഓൾവേസ് ഓൺ ദ ഫ്ലോർ. അത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ആണ് വന്നേക്കുന്നത്. അടുത്തത് നോക്കുക, ജോർജ് ആൻഡ് താമര വാണ്ട് ടു സീ ദാറ്റ് മൂവി. ജോർജിനും താമരയ്ക്കും ആ മൂവി കാണാനായിട്ട് ആഗ്രഹമാണ്. അപ്പോൾ രണ്ട് സബ്ജക്റ്റ് ആണ് അവിടെ വന്നേക്കുന്നത്, രണ്ട് സബ്ജക്റ്റ്. ആ രണ്ട് സബ്ജക്റ്റ് ആയതുകൊണ്ട് ജോർജ് ആൻഡ് താമര ഡോണ്ട് എന്നാണ് വന്നേക്കുന്നത്, ഡസന്റ് എന്നല്ല. അവർക്ക് ആ രണ്ടുപേർക്കും ആ മൂവി കാണുവാൻ താല്പര്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വന്നേക്കുന്നത്. നെഗറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ടാണ് ഡസന്റ് എന്ന് വന്നേക്കുന്നത്. ജോർജ് ആൻഡ് താമര വാണ്ട് ടു സീ ദ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇനി പെന്നി ശ്രദ്ധിച്ച് കാണുക. നേരത്തെ ജോർജും താമര രണ്ട് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ കൂട്ടിച്ചേർമായിരുന്നു. ഇപ്പോൾ ബെന്നി സിംഗിൾ സബ്ജക്റ്റ് ആണ്. ഡസന്റ് എന്നാണ് വന്നേക്കുന്നത്. ഡസന്റ് നോ ദ ആൻസർ. അപ്പോൾ സിംഗുലർ തേർഡ് പേഴ്സൺ ഒരു വ്യക്തിയാണ് അവിടെ വന്നേക്കുന്നത്. അടുത്തത് നോക്കുക, വൺ ഓഫ് മൈ സിസ്റ്റേഴ്സ്. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് വൺ ഓഫ് മൈ സിസ്റ്റേഴ്സ്. രണ്ട് ഭാഗത്തിലേക്ക് വരുമ്പോൾ സിസ്റ്റേഴ്സ് എന്നുള്ളത് സിസ്റ്ററിന്റെ പ്ലൂറലാണ് സിസ്റ്റേഴ്സ്. പക്ഷെ വൺ ഓഫ് ആണ്, എന്റെ സഹോദരിമാരിൽ ഒരാൾ. ഗോയിങ് ഓൺ എ ട്രിപ്പ് ടു ഫ്രാൻസ്, ഫ്രാൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഈസ് ആണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ദ മാൻ വിത്ത് ഓൾ ദ ബേർഡ്സ്. ദ മാൻ, ആ ഒരു വ്യക്തി, ആ ഒരു മനുഷ്യൻ, വിത്ത് ഓൾ ദ ബേർഡ്സ്, ആ
എല്ലാ പക്ഷികളും മനുഷ്യനും എന്നുള്ള അർത്ഥത്തിൽ വന്നേക്കുന്നതല്ല. ആ മനുഷ്യൻ എല്ലാ പക്ഷികളോടും കൂടെ ലിവ്സ് ഓൺ മൈ സ്ട്രീറ്റ്. അതായത് ഒരാള് കുറേയധികം പക്ഷികളോടൊപ്പം താമസിക്കുന്നു, ഒരാൾ താമസിക്കുന്നു എന്നുള്ളതാണ് അവിടെ മീനിങ്. അതുകൊണ്ടാണ് അത് ലിവ്സ് എന്ന സ്ഥലത്ത് ലിവ്സ് എന്ന് വന്നേക്കുന്നത്. തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് വന്നേക്കുന്നത്. അടുത്തത് നോക്കുക. The movie, including all the previews, about 2 hours to watch. അപ്പോൾ ടേക്ക് ഉണ്ട്, ടേക്സ് ഉണ്ട്. The movie എന്ന് പറയുമ്പോൾ ഒരു സിനിമ, ഒരു പടം, ഒരു പിക്ചർ. അപ്പൊ സിംഗുലർ ആണ് അവിടെ സബ്ജക്റ്റ്. അതുകൊണ്ട് വെർബ്, മെയിൻ വെർബ് എവിടെ വന്നു? ടേക്സ് ആണ് മെയിൻ വെർബ്. ആ ടേക്സ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് അവിടെ എസ് ചേർത്ത് കൊടുത്തു. ടേക്കിന്റെ കൂടെ എസ് ചേർത്ത് ടേക്സ് എന്ന് വന്നു. അടുത്തത് നോക്കാം എക്സാമ്പിൾ. ദ പ്ലേയേഴ്സ് ആസ് വെൽ ആസ് ദ ക്യാപ്റ്റൻ വാണ്ട് വാണ്ട്സ് ടു വിൻ എന്നാണ്. അപ്പോൾ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂരൽ ആണ്. ക്യാപ്റ്റനും കളിക്കാരും കൂടാതെ ക്യാപ്റ്റനും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വന്നേക്കുന്നത്. അവിടെ പ്ലൂരൽ വന്നേക്കുന്നു. വാണ്ട്സ് അല്ല വരേണ്ടത്, വാണ്ടാണ് വരേണ്ടത്. Either answer is acceptable. Either answer is acceptable. ആൻസറുകളിലും ഏത് ആൻസർ ആയിരുന്നാലും സ്വീകാര്യമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വന്നേക്കുന്നത്. Every one of those books is fiction. ചോദ്യത്തിന് അവിടെ ഈസ് ഉണ്ട്, ആറുണ്ട്. കാരണം every one of those books, ആ പുസ്തകങ്ങളിലെ എല്ലാ പുസ്തകങ്ങളും എന്നുള്ള അർത്ഥത്തിൽ എവരി വൺ, ഓരോ പുസ്തകവും, എല്ലാം എന്നുള്ള അർത്ഥം വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എവരി വണ്ണ് എന്നൊക്കെ വരുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? സിംഗുലർ ആണ് വരുന്നത്. അടുത്തത് നോബഡി. നോബഡി നോസ് ദ ട്രബിൾ ഐ ഹാവ് സീൻ. നോബഡി, നോ ഉണ്ട്, നോസ് ഉണ്ട്. നോബഡി എന്ന് പറയുന്നത് ആർക്കും എന്നുള്ള അർത്ഥമാണ്. Nobody knows the trouble I have seen. ഞാൻ അനുഭവിച്ച വേദനകൾ ആർക്കും, ഞാൻ കണ്ട വേദന അല്ലെങ്കിൽ എൻ്റെ വേദനകളൊന്നും ആർക്കും മനസ്സിലായില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി അടുത്തത് എന്താണ് നോക്കുക? ന്യൂസ്. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ന്യൂസ് വരുമ്പോൾ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ഈസ് ദ ന്യൂസ് ഓൺ അറ്റ് 5 or 6. അതാണ് എൻ്റെ ആൻസർ. അടുത്തത് സബ്ജക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ മാത്തമാറ്റിക്സ്. MATHEICS വന്നേക്കുമ്പോൾ പ്ലൂറലായിട്ടാണ് കാണുന്നതെങ്കിൽ പോലും നമ്മൾ പറയാറുണ്ട് എസ് ചേർത്ത് കഴിഞ്ഞാൽ പ്ലൂറൽ കിട്ടും. അപ്പോൾ അവിടെ മാത്തമാറ്റിക്സ് എന്ന് വന്നേക്കും. മാത്തമാറ്റിക് അല്ലല്ലോ, മാത്തമാറ്റിക്സ് അല്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഈസാണ് വരുന്നത്. കാരണം സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ഈസ് ജോൺസ് ഫേവറേറ്റ് സബ്ജക്ട്, വൈൽ സിവിക്സ് ഈസ് ആൻഡ്രിയാസ് ഫേവറേറ്റ് സബ്ജക്ട്. മാത്തമാറ്റിക്സ് ജോണിന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. സിവിക്സ് എന്ന് പറയുന്നത് ആൻഡ്രിയുടെയും ആണ്. അടുത്തത് നേരത്തെ പറഞ്ഞു ഞാൻ, മണി. $8 ദ പ്രൈസ് ഓഫ് എ മൂവി ദീസ് ഡേയ്സ്. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ $8 എന്ന് പറയുന്നത്, $8 ഈസ് ദ പ്രൈസ് ഓഫ് എ മൂവി ദീസ് ഡേയ്സ്. ഒരു സിനിമ കാണണമെങ്കിൽ $8 കൊടുക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അടുത്തത് there -15 candies in that bag. അപ്പോൾ എത്ര ക്യാൻഡീസ് ആണ് അവിടെ? ഉത്തരം എത്ര ക്യാൻഡീസ് ആണത്? അതൊന്ന് കണ്ടുപിടിച്ചേക്കുക. there was ആണോ there were ആണോ? ഇത്തരം ക്ലാസ്സുകൾ കേട്ടല്ലോ, അതൊന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കുക. അവിടെ ഞാൻ എന്നാലും അതിന്റെ ആൻസർ എഴുതാത്തത് കൊണ്ട് നിങ്ങൾക്ക് വിട്ടു തന്നേക്കണം. നിങ്ങൾ എന്റെ ആൻസർ കണ്ടുപിടിച്ചേക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കുന്നതായിരിക്കും. Now there is only one left. അവിടെ വന്നിട്ടുണ്ടല്ലോ, ഒരെണ്ണം മാത്രമാണ് ലെഫ്റ്റ് ഉള്ളത്, ബാക്കി വന്നേക്കുന്നത്. ഇത് രണ്ടെണ്ണം അവിടെ അടുപ്പിച്ച് കണ്ടിട്ടുണ്ട്. ഒന്ന് കമ്മിറ്റി, ഒന്ന് കമ്മിറ്റി മെമ്പേഴ്സ്. ആദ്യത്തെ നമുക്ക് നോക്കാം. ദ കമ്മിറ്റി debates these questions carefully. The committee debates these questions carefully. അതായത് ആ കമ്മിറ്റിയിലെ ഈ ചോദ്യങ്ങൾക്ക് വാദപ്രതിവാദങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഡിബേറ്റ്സ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. ദ കമ്മിറ്റി മെമ്പേഴ്സ്, അവിടെ ഡിബേറ്റ്സ് വന്ന കാരണം വെച്ചാൽ കമ്മിറ്റി എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ കമ്മിറ്റി മെമ്പേഴ്സ് വന്നപ്പോൾ പ്ലൂരലായി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് കരുതി നിങ്ങൾ നേരെ ശ്രദ്ധിക്കുക. കമ്മിറ്റിയുടെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്ലൂരലാണ്. കമ്മിറ്റി
പ്ലൂറൽ അല്ല, സിംഗുലർ ആണ്. അപ്പോൾ ദ കമ്മിറ്റി മെമ്പേഴ്സ് ലീഡ് വെരി ഡിഫറെന്റ് ലൈഫ്സ് ഇൻ പ്രൈവറ്റ്. അവരുടെ സ്വകാര്യ ജീവിതത്തില് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കമ്മിറ്റി മെമ്പേഴ്സ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അടുത്തത് ദ പ്രൈം മിനിസ്റ്റർ ടുഗദർ വിത്ത് ഹിസ് വൈഫ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൈം മിനിസ്റ്ററിന് കോമ കഴിഞ്ഞതിന് ശേഷം ടുഗദർ വിത്ത് ഹിസ് വൈഫ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഗ്രീറ്റ്സ് എ പ്രസ് കോർഡിയലി. അതായത് അവിടെ നമ്മൾക്ക് സിംഗുലർ ആണ് സബ്ജക്റ്റ്, കാരണം പ്രൈം മിനിസ്റ്റർ പത്നിയോടൊപ്പം ആരെ ഗ്രീറ്റ് ചെയ്തു? കോർഡിയലി പ്രസ്, പത്രക്കാരെ, മീഡിയയെ, മാധ്യമത്തെ മീറ്റ് ചെയ്തു. ഈച്ച് ഓഫ് ദ ഗേൾസ് ഡാഷ് ഹെർ ഓൺ ഡ്രസ്. ഈച്ച് ഓഫ് എന്നുള്ളതാണ് കേട്ടോ, പെൺകുട്ടികളിൽ ഓരോരുത്തർക്കും എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ് വന്നേക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഹാസ് ചേർത്തിരിക്കുന്നത്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ ദൂരത്തിന്റെ കാര്യങ്ങൾക്ക് വരുമ്പോൾ 5 മൈൽസ് ദൂരം, ഡിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ സിംഗുലർ ആയിട്ടാണ് വരുന്നത്. 5 miles is a long distance, is long distance. Many a man, many a നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സിംഗുലർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? ഹാസ് ആണ് ചേർക്കേണ്ടത്. Many a man has tried hard to climb the treacherous mountain range എന്നുള്ളതാണ്. അവിടെ ചെറിയ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അഡ്വഞ്ചറസ് എന്നുള്ളതാണ്. അഡ്വഞ്ചറസിന്റെ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ടൈപ്പ് ചെയ്തപ്പോൾ വന്നേക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, ശ്രദ്ധിച്ചു വെച്ചേക്കുക. Many a man has tried hard to climb the adventurous mountain range എന്നുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിച്ചേക്കുക, മറന്നുപോരുതും. അടുത്തത് the furniture of the house quite impressive. The furniture of the house is quite. ഫർണിച്ചർ കൂടുതലാണ്, പ്ലൂറൽ ഫോം സിംഗുലർ ഫോം ഒരുപോലെയാണ്. എന്നാൽ പോലും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഈസ് ആണ് അവിടെ വരുന്നത്, കാരണം അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ഫ്യൂ സ്റ്റുഡൻസ്, കുറച്ച് കുട്ടികൾ, കുറച്ച് വിദ്യാർത്ഥികൾ. അവര് കുറച്ചെന്ന് പറയുമ്പോൾ അവിടെ 6 വന്നിട്ടുണ്ട്. 6 വരണം, കാരണം വെച്ചാൽ കുറച്ച് കുട്ടികളൊന്നുണ്ട്, അവിടെ ഒരാളല്ല. ഇനി അടുത്തതും കൂടെ ശ്രദ്ധിക്കുക. നേരത്തെ പ്രൈം മിനിസ്റ്ററിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഉമ മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഉമ ആൻഡ് എന്നല്ല ഇവിടെ കൊടുത്തേക്കുന്നത്, പകരം കോമ ഇട്ടേക്കാണ്. ലിവിംഗ് ഫോർ ഡൽഹി നെക്സ്റ്റ് മന്ത്. ഉമ എന്റെ ബാല്യകാല സഖി, ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എവിടെ പോകുന്നു? ഡൽഹിയിലേക്ക് അടുത്ത മാസം പോവുകയാണ്. അപ്പോൾ അവിടെ ചേർക്കേണ്ടത് സിംഗുലർ ആണ്, സിംഗുലർ ചേർത്തിട്ടുണ്ട്, ഈസ്. മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ആർ ഗവൺമെന്റ് എംപ്ലോയീസ്. അവിടെ മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ഈസ് ആണോ ആറാണോ എന്നുള്ള ചോദ്യം. ഫ്രണ്ട്സ് ആയതുകൊണ്ട് കൂടുതൽ, മോസ്റ്റ് ഓഫ് കൂടുതൽ എന്നുള്ള അർത്ഥത്തിലാണ്. എൻ്റെ മിക്ക സുഹൃത്തുക്കളും ഗവൺമെന്റ് എംപ്ലോയീസ് ആണെന്നുള്ളതാണ് വന്നേക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്തൊന്നും കൂടെ നോക്കുക. ദ ലെവൽ ഓഫ് പെയിൻ ടോളറൻസ് ഡാഷ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വേരി അല്ലെങ്കിൽ വേരീസ്, വ്യത്യസ്തമായിരിക്കുന്നു, അല്ലെങ്കിൽ പലർക്ക് പല വിധത്തിലായിരിക്കുന്നു അർത്ഥമാണ്. ദ ലെവൽ ഓഫ് പെയിൻ ടോളറൻസ് ആണ്. അപ്പോൾ പെയിൻ ടോളറൻസിന്റെ ലെവൽ, അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് വേരീസ് എന്നാണ് വരുന്നത്. അത് ഓർത്ത് വെച്ചേക്കുക. എ നമ്പർ ഓഫ് പീപ്പിൾ, അവിടെ പീപ്പിൾ ആണ്. പീപ്പിൾസ് എന്നല്ല പറയുന്നത്, പീപ്പിൾ ആണ്, വ്യക്തികൾ, ആൾക്കാർ എന്നുള്ള അർത്ഥത്തിലാണ്. പേഴ്സന്റെ പ്ലൂറൽ ഫോം ആണ് പീപ്പിൾ. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ, പീപ്പിൾ കൂടുതൽ പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് വേർ ആണ് അതിന്റെ ആൻസർ. അത് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് പീപ്പിൾ വേർ റിപ്പോർട്ടഡ് ടു ഹാവ് fallen sick after drinking the water from the tube well. The government is criticized by the Supreme Court for their actions. ആ സെന്റൻസിന്റെ പ്രത്യേകത കൂടെ അതൊരു പാസീവ് വോയിസ് സെന്റൻസ് ആണ്. സുപ്രീം കോടതി ഗവൺമെന്റിനെ അവരുടെ പ്രവൃത്തിയെ നിശിതമായി വിമർശിച്ചു എന്നുള്ളതാണ്. The government was criticized by the Supreme Court for their actions. The Supreme Court criticized the government for their actions എന്നുള്ളതാണ്. അത് നേരെ നമുക്ക് പാസീവ് വോയിസിലേക്കാണ് കൊടുത്തേക്കുന്നത്. എങ്കിലും അവിടെ വാസാണ് വന്നേക്കുന്നത്, കാരണം സിംഗുലർ ആണ്. സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഗവൺമെന്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്.
നോ വൺ ഡാഷ് എ ഗ്രേറ്റർ കളക്ഷൻ ഓഫ് ബുക്സ് ദാൻ മൈ ഫ്രണ്ട് ഋഷഭ്. അതായത് എൻ്റെ ഫ്രണ്ട് നോ വൺ ആണ്, അപ്പോൾ അവിടെ സിംഗുലർ ആണ്. നോ വൺ ആണ്, നൺ. നോ വൺ അപ്പോൾ സിംഗുലർ ആയിട്ട് വന്നു, അതുകൊണ്ട് ഹാസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റുകൾ എന്താണോ വന്നേക്കുന്നത് ആ സബ്ജക്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് വെർബ് വരുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശം അല്ലെങ്കിൽ മെസ്സേജ് ആണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ കേൾക്കാൻ പറ്റിയത്. കൂടുതൽ എക്സസൈസുകളും കാര്യങ്ങളും ഒക്കെ എല്ലാം ചെയ്തു പഠിക്കണം, കാണണം. പല കൺഫ്യൂഷൻസ് വരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് പ്രത്യേകമായിട്ട് പല പ്രാവശ്യം ഇത് ആവർത്തിച്ച് കാണുക. മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ വീണ്ടും നമ്മളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും. വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി തന്നെ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.